വാർത്തകളിലേക്ക് കടക്കുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ നിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മരുന്നുകളോട് MT പ്രതികരിച്ചു തുടങ്ങി. തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഇപ്പോഴും. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെ കരുതാം. കാരണം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി, എന്നാലും തീവ്ര പരിചരണ വിഭാഗത്തിലാണ് തുടരുന്നത്, അല്ലേ? തീർച്ചയായും കാളിദാസ്, മെഡിക്കൽ സംഘം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ നേരിയൊരു പുരോഗതിയുണ്ട്, മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി, അപ്പോഴും ഗുരുതരാവസ്ഥയിൽ മാറ്റമില്ലാതെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും മലയാളികളെല്ലാം തന്നെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ, പ്രിയപ്പെട്ട MTക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി കഴിയുകയാണ്. ഇപ്പോൾ MTയുടെ ആത്മസുഹൃത്തും പൊന്നാനി MLAയുമായിട്ടുള്ള P. നന്ദകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. നന്ദേട്ടൻ ഇന്നലെ മുതൽ ഉണ്ട്. MT പിന്നെ എന്താണ് MTയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്? ഒരു സ്ലൈറ്റായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ചെറിയൊരു പ്രതികരണം. ഇന്നലെ രാത്രി ഒരു 11 വരെ കണ്ണും തുറന്നിരുന്നില്ല, ഇങ്ങനെ കിടക്കലായിരുന്നു. ഇന്ന് അതിന് ചെറിയ രൂപത്തിലേക്കുള്ള സ്ലൈറ്റായിട്ട് ഇടയ്ക്ക് കണ്ണ് തുറക്കാണ്ട് ശ്രമം നടത്തുന്നുണ്ട് കണ്ണിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ ചെറിയ രൂപത്തിലേക്കുള്ള ചലനങ്ങൾ കാലിനും കയ്യിനും വന്നിട്ടുണ്ട്. അപ്പോൾ മരുന്നിനോട് ചെറിയ രൂപത്തിലേക്കുള്ള പ്രതികരണം ഉണ്ടാകുന്നു എന്നതാണ് എൻ്റെ ഒരു ചെറിയ രൂപത്തിലേക്കുള്ള എന്നതാണ്. വൈദ്യശാസ്ത്രം അതിൻ്റെ എല്ലാ രൂപത്തിലേക്കുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. മെഡിക്കൽ ടീം നല്ല രൂപത്തിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ തോതിലേക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന രൂപത്തിൽ ആയിട്ടില്ല. സാധാരണഗതിയിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു ചെറിയ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുള്ളൂ. അപ്പോൾ അത് ഒരു ബുള്ളറ്റിൻ ഇറക്കിയിട്ടില്ല. അവർ നേരത്തെ നടത്തിയിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രതികരണം മാത്രമാണ്. അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കിയിട്ടുള്ളത് ഇങ്ങനെ ഈ വിഷയങ്ങൾ. പ്രത്യാശ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് പ്രത്യാശയോടുകൂടി കാത്തിരിക്കാം. അതെ, തീർച്ചയായും കാളിദാസ്, അത് തന്നെയാണ് നന്ദകുമാർ MLA ചെയ്യുന്നത്. അദ്ദേഹം ഇന്നലെ തന്നെ ഇവിടെ ഉണ്ട്. കാരണം MTയുമായി 40 വർഷത്തിലേറെയുള്ള ആത്മബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം അവിടെ നേരിട്ട് ICUവിൽ കയറി MTയെ കാണുകയും ഒക്കെ ചെയ്ത ആളാണ്. പക്ഷേ ഇന്നലത്തെ ആ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ നിന്നും അത് മാറി, അതീവ ഗുരുതരാവസ്ഥ എന്നത് മാറി ഗുരുതര നിലയിലേക്ക് എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. സ്വാഭാവികമായും പുരോഗതി കൈവരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നേരിയൊരു പുരോഗതിയാണെങ്കിൽ കൂടിയും അതുകൊണ്ട് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം. ഇന്നലെയൊന്നും മരുന്നുകളോട് പോലും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് നേരിയ നിലയിലാണെങ്കിലും മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളത് ഒരുപക്ഷെ ആലങ്കാരികമായി നമുക്ക് പറയാവുന്നത് മലയാളികളുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, അദ്ദേഹം പലതും നേരത്തെയും അതിജയിച്ചു വന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ വീണ്ടും അതിജയിച്ചു വരുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. കാളിദാസ്. ശരി റിയാസ്, എന്തായാലും അദ്ദേഹം തിരിച്ചു വരട്ടെ, പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് കേരളം ഒട്ടാകെ കാത്തിരിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെയാണ്, ആ ഒരു പ്രത്യാശയോടെയാണ് ആ ഒരു ആശുപത്രിയിലാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാരെങ്കിലും എല്ലാവരും ആ ഒരു പ്രത്യാശ പങ്കുവെക്കുന്നുണ്ട്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യ ചെയ്ത കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപകൻ സാബുവിനെ CPIM കട്ടപ്പന മുൻ ഏരിയ